ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 72. അക്രൂരാഗമനം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കംസോദനാരദഗിരാവൃജവാസിനം ത്വാം ആകർണ്യദീർണഹൃദയ സാത്വികാധിനേയം ആഹൂയ കാർമുകമകച്ചലതോ ഭവന്തം ആനേതുമേ നമകിനോ നഖിനാദശായിൻ. അന്വയം. അർത്ഥം. അഥ പിന്നീട് അഹിനാദശായിൻ അനന്തനിൽ ശയിക്കുന്നവനെ നാരദഗിര നാരദന്റെ വാക്കുകളാൽ ത്വാം അങ്ങയെ വൃജവാസിനം ഗോകുലത്തിൽ വസിക്കുന്നു എന്ന് ആകർണ്യ കേട്ടിട്ട് ദീർണഹൃദയ ഹൃദയവേദനയോടുകൂടിയ സഹ ആ കംസ ഹി കംസനാകട്ടെ ഗാന്ധിനേയം അക്രൂരനെ ആഹൂയ വിളിച്ചു വരുത്തി കാർമുഖമകച്ചല ധനുർയജ്ഞം എന്ന വ്യാജേന ഭവന്തം അങ്ങയെ ആനേതും കൊണ്ടുവരുന്നതിന് ഏനം ഇവനെ അഹിനോദ് പറഞ്ഞുവിട്ടു. ഹരിവു. സാരം. ശേഷശായിയായ ഭഗവാൻ കൃഷ്ണനും അനന്തനായ ബലരാമനും ഗോകുലത്തിൽ വസിക്കുന്നു എന്ന് നാരദനിൽ നിന്നറിഞ്ഞ കംസൻ ഭയാക്രാന്തനായി അക്രൂരനെ വിളിച്ചു. ധനുർയാഗം കാണാനായി അവർ രണ്ടുപേരെയും തേരിലേറ്റി വരാൻ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 72. ശ്ലോകം 2. അക്രൂരയേഷ ഭവദംഗ്രിവരച്ചിരായ ത്വദ്ദർശനാക്ഷമമനാക്ഷിതി പാലഭീത്യാ തസ്യാജ്ഞൈവ പുനരീക്ഷിതുമുദ്യതാസ്ത്വാം ആനന്ദഭാരമതി ഭൂരിതരം ബഭാര. അന്വയം. അർത്ഥം. ഭവദംഗ്രി പര അങ്ങയുടെ പാദഭക്തനായ ചിരായ വളരെക്കാലം തൊട്ട് ക്ഷിതിപാലഭീത്യ കംസനിൽ നിന്നുള്ള ഭയത്താൽ തദ്ദർശനാക്ഷമമന അങ്ങയെ കാണാൻ അക്ഷമമായ മനസ്സോടുകൂടിയവനായ യേശ ഈ അക്രൂരൻ തസ്യ കംസന്റെ ആജ്ഞയായേവ ആജ്ഞയാൽ തന്നെ പിന്നീട് ത്വാം അങ്ങയെ ഈക്ഷിതും കാണുന്നതിന് വേണ്ടി ഉദ്യത തയ്യാറായി അതിഭൂരിതരം അത്യധികമായ ആനന്ദഭാരം ആനന്ദാധിക്യം ബഭാര വഹിച്ചു. ഹരിവു. സാരം. ഭഗവത് പാദഭക്തനായ അക്രൂരന് ഭഗവാനെ കാണാൻ അത്യധികമായ ആഗ്രഹമുണ്ടെങ്കിലും കംസനെ ഭയന്ന് തൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാനാകാതെ ഉത്കണ്ഠയോടെ കഴിയുകയായിരുന്നു. അപ്പോൾ കംസൻ തന്നെ അക്രൂരനെ വിളിച്ച് ധനുർയജ്ഞം കാണാൻ രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചപ്പോൾ അക്രൂരൻ്റെ ആനന്ദത്തിന് ഒരതിരും ഉണ്ടായിരുന്നില്ല. ഹരിവു.